ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ഓണപരീക്ഷയുടെ ഉത്തരപേപ്പറിൽ എഴുതിയ ഈ ഒറ്റ വാചകത്തിലൂടെ താരമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ തലശ്ശേരിയിലെ അഹാൻ അനൂപ്. ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഹാൻ. ഉത്തരപേപ്പറിനെ കുറിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയ വിദ്യാഭ്യാസ മന്ത്രി അഹാനെ നേരിട്ട് വിളിച്ചും അഭിനന്ദിച്ചു. ഏത് മത്സരമായാലും അതിനൊരു നിയമമുണ്ടാകും. മത്സരം സുഗമമാകാനും വിജയിയെ നിർണയിക്കാനും അത് കൂടിയേ തീരൂ. എന്നാൽ മത്സരം കഴിഞ്ഞാലും മത്സരത്തിനൊരു നിയമം കൂടി വേണമെന്ന് പറഞ്ഞ ഒരു മിടുക്കനെ പരിചയപ്പെടാം. കണ്ണൂർ തലശ്ശേരിയിലെ അഹാൻ അനൂപ്. ഓണപരീക്ഷയുടെ മലയാളം ചോദ്യപേപ്പർ. ഒരു കളിയുടെ നിയമം എഴുതാനായിരുന്നു ചോദ്യം. അഹാൻ അതിന് ഇങ്ങനെ ഉത്തരമെഴുതി. കളിയുടെ പേര് സ്പൂണും നാരങ്ങയും. നിയമാവലി: ഒരു സമയം 5 പേർക്ക് മത്സരിക്കാം. എല്ലാവരും വായിൽ സ്പൂണ് വെക്കുക. നാരങ്ങ സ്പൂണിൽ മേൽ വെക്കണം. അടയാളപ്പെടുത്തിയിരിക്കുന്ന വരിയിൽ നിന്നാണ് കളിക്കേണ്ടത്. നിലത്ത് വീണാൽ പിന്നെയും എടുത്ത് വെച്ചു വേണം നടക്കേണ്ടത്. വരി തെറ്റിയാൽ കളിയിൽ നിന്ന് പുറത്താക്കും. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. എന്തുകൊണ്ട് ഉത്തരം ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ അവനൊരു ഉത്തരമുണ്ട്. പണ്ട് TV-യിൽ കണ്ടൊരു ബാസ്കറ്റ്ബോൾ മത്സരം. അന്ന് ജയിച്ചയാൾ എതിരാളിയെ കളിയാക്കിയതും അവസാനം തോറ്റയാൾ കരഞ്ഞതും അഹാന്റെ മനസ്സിലുണ്ടായിരുന്നു. അന്നേ അവൻ ഉറപ്പിച്ചതാണ്, ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ബോൾ എടുത്തിട്ട് മറ്റേ അതിലെറിയുമ്പോൾ ഒരാൾ ജയിച്ചിട്ട് മറ്റാൾ തോറ്റുപോയി. അന്നേരം അയാൾ അപ്പോഴും കളിയാക്കി. പിന്നെയും കളിയാക്കിയപ്പോൾ അയാൾ കരഞ്ഞു. മകന്റെ ഉത്തരം കണ്ട് ആദ്യം ചിരിച്ച അമ്മ നിമ്യ മകന്റെ ഉത്തരത്തിലെ കൗതുകം കണ്ടാണ് ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തത്. ഇതോടെ സംഗതി വൈറലായി. ഞാൻ ചിരിച്ചു, സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു. കളിയുടെ നിയമമേ അല്ലല്ലോ അത്. അപ്പൊ ഞാനത് കണ്ടപ്പോൾ ചിരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, ഒരു 3ാം ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെ എഴുതുമെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. വെറുതെ കൗതുകത്തിന് ചില ഇവന്റെ ഇതേപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ ഇടാറുണ്ട്. അപ്പൊ അതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ. അഹാന്റെ ഉത്തരം കണ്ട മന്ത്രി V ശിവൻകുട്ടി അത് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുകയും വീഡിയോ കോളിൽ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ട കളിയുടെ ചോദ്യത്തിന് നല്ല ഉത്തരവാണ് എഴുതിയിരിക്കുന്നത്. അവസാനം എഴുതിയ ഉത്തരവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ നന്നായി എഴുതണം കേട്ടോ. നല്ല കഥയും കവിതയൊക്കെ എഴുതണം. മത്സരങ്ങളുടേതാണ് ലോകം. എല്ലാവരും മത്സരിക്കുന്നത് ജയിക്കാനുമാണ്. പക്ഷേ മത്സരിക്കുന്നവരോടെല്ലാം ഒന്നേ പറയാനുള്ളൂ, ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.